സ്നേഹമുള്ള DC കൂട്ടുകാരെ, ഒരിക്കൽ 4-5 ഈച്ചകൾ ഒത്തുകൂടി കാട്ടിലെ രാജാവായ സിംഹത്തെ ശല്യപ്പെടുത്താൻ തീരുമാനിച്ചു. അവർ മെല്ലെ വട്ടം ചൂടി പറന്നു ചെന്ന് സിംഹത്തിൻ്റെ വാലിലെ രോമക്കൂട്ടിൽ കയറി ബഹളമുണ്ടാക്കാൻ തുടങ്ങി. സിംഹത്തിന് ദേഷ്യം വന്നു. സിംഹം വാൽ ചുഴറ്റിയും വാൽ കൊണ്ട് തന്നെ പുറത്തടിച്ചും ഈച്ചകളെ അടിച്ചു. അല്പം കഴിഞ്ഞ് അവ പിന്നെയും വന്നു മൂളിപ്പറന്ന് ശല്യപ്പെടുത്തി. അപ്പോൾ സിംഹം എടുത്തുചാടി പ്രതികരിക്കാതെ ശാന്തമായി ചിന്തിച്ചു. തനിക്ക് 2 മാർഗങ്ങൾ ഉണ്ട്. ഒന്ന്, പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ഈച്ചകളെ കൊല്ലാൻ ശ്രമിക്കാം. 2, ഈച്ചകളെ അവയുടെ പാട്ടിന് വിടാം. ഒന്നാമത്തെ മാർഗം സ്വീകരിച്ചാൽ താൻ സിംഹമാണെന്നത് മറക്കണം. ഓരോ ഈച്ചയുടെ പിറകെ ഓടണം, അവയെ പിടിക്കാൻ ചാടണം, വാലെടുത്ത് കടിക്കാൻ ശ്രമിക്ക്, വട്ടം കറങ്ങണം. ചുരുക്കത്തിൽ കാട്ടിലെ രാജാവായ താൻ നിലം മറന്ന് കുളവി കൊത്തിയ കുരങ്ങു പോലെ കോമാളി വേഷം കിട്ടണം, ഗോഷ്ഠികൾ കാട്ടണം. ഏതായാലും അത് വേണ്ട. അപ്പോൾ പിന്നെ മാർഗം 2, ഈച്ചകൾ വെറും ഈച്ചകളാണെന്നും താൻ കാട്ടിലെ രാജാവാണെന്നും തിരിച്ചറിഞ്ഞ് സ്വന്തം നിലയും വിലയും അനുസരിച്ച് മാത്രം പ്രതികരിക്കുക. ആലോചനയ്ക്ക് ശേഷം സിംഹം 2ാമത്തെ മാർഗം തിരഞ്ഞെടുത്തു. സിംഹം തന്നോട് തന്നെ പറഞ്ഞു, ഈച്ചകളെ ഇരുട്ടുകളാ, അല്ലെങ്കിൽ വട്ടുപിടിക്കും. പ്രിയ കൂട്ടുകാരെ, രസകരമായ ഈ കഥ ഒട്ടേറെ പ്രധാന കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ സിംഹവും ഈച്ചകളും നമ്മുടെ സ്വഭാവത്തിൽ തന്നെ ഇല്ലേ? ജീവിതത്തിൽ പ്രയത്നിച്ച് വിജയം നേടിയെടുക്കാൻ കൊതിക്കുന്ന നമ്മളെ സിംഹം കൽപ്പിച്ചാൽ ആ ലക്ഷ്യം നേടുന്നതിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കുന്ന അശ്രദ്ധകളല്ലേ ഈച്ചകൾ? നമ്മൾ ഈച്ചകളുടെ പുറകെ പോകണമെങ്കിൽ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം മറക്കേണ്ടി വരും. പ്രയത്നം ഇടയ്ക്ക് നിർത്തേണ്ടിയും വരും. സിംഹം മടിപിടിച്ച് കിടന്നാൽ മാത്രമേ ഈ ഈച്ചകൾ ശല്യപ്പെടുത്തുന്നുള്ളൂ. സിംഹം നിരന്തരം കർമ്മനിരതനായാൽ ഈച്ചകൾക്ക് അടുക്കാനാവില്ല. അതുപോലെ നമ്മളും ലക്ഷ്യബോധവും ഉത്സാഹവും ഉണരുമ്പോൾ മാത്രമേ നമ്മിലേക്ക് മടിയും അശ്രദ്ധേയവുമാകുന്ന ഈച്ചകൾ അടുക്കളയ്ക്ക് വഴിയുകയുള്ളൂ. വഴിതെറ്റിക്കുന്ന ശ്രദ്ധ മാറ്റിക്കളയുന്ന എല്ലാവരും എല്ലാ കാര്യങ്ങളിലും ഈച്ചകളെ പോലെയാണ് എന്നോർക്കാം. യു ആർ എ ബോൺ വിന്നർ എന്ന ഗ്രന്ഥത്തിൽ നവീൻ കെ ചൗധരിയാണ് വിജയിക്കാൻ ആഗ്രഹിക്കുന്ന സിംഹം ഈച്ചകളെ ഭയപ്പെടാറില്ല എന്ന പ്രശംസാവാക്യം അവതരിപ്പിക്കുന്നത്. ഈച്ചകൾ ഇനിയും വന്നേക്കാം. നമ്മുടെ ശ്രദ്ധയും ഏകാഗ്രതയും വഴിതിരിച്ചു വിടാൻ പഠിച്ച പണി 18 പറ്റിയേക്കാം. എന്നാൽ സദാ പ്രവർത്തനനിരതനായ ചേതനയോടെ നമ്മുടെ മഹാസ്വപ്നങ്ങളെ ഉണർത്തി നിർത്തിയാൽ, നമ്മുടെ ജീവിത ലക്ഷ്യം മാത്രം മുന്നിൽ നീണ്ടു നീങ്ങിയാൽ ഈച്ചകളുടെ വഴി പോകും. നമ്മൾ വിജയമധുരം നൽകുകയും ചെയ്യും. എന്താ കൂട്ടുകാരെ, ഒന്നുണർന്നാലും? ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ.